തന്റെ ജീവിതത്തിലെ സർവ്വ പ്രയാസങ്ങളും എന്തൊക്കെ ദുരിതങ്ങളും ദുഃഖങ്ങളും പ്രശ്നങ്ങളും കടന്നു വന്നാൽ അവന്റെ കാര്യങ്ങൾ മുഴുവനും അല്ലാഹുവിന് ഫലമേൽപ്പിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യനെ പടച്ച റബ്ബിന് വല്ലാത്ത ഇഷ്ടമാ, അവനോട് അല്ലാഹുവിന് വല്ലാത്ത സ്നേഹമാണ്, അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാണെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹു ഇഷ്ടപ്പെടണമെന്ന് ആഗ്രഹിക്കാത്ത ഏതെങ്കിലും ഒരു പെണ്ണിയെ സദസ്സിലിരിപ്പുണ്ടോ? എങ്ങനെയാണ് പടച്ചറപ്പിന്റെ സ്നേഹം കിട്ടുന്നത്? എങ്ങനെയാണ് പടച്ചറപ്പ് ഇഷ്ടപ്പെടുന്നത്? അതിനു വേണ്ടിയല്ലേ നിസ്കരിക്കുന്നത്, അതിനു വേണ്ടിയല്ലേ ഖുർആൻ ഓതുന്നത്, അതിനു വേണ്ടിയല്ലേ സദഖ കൊടുക്കുന്നത്, അതിനു വേണ്ടിയല്ലേ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത്? ജീവിതത്തിൽ ഉറക്കമുടിഞ്ഞുകൊണ്ട് ഈ രാത്രി ഇവിടെ വന്നിരുന്ന് വഅദ് കേൾക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അല്ലാഹുവേ, നിന്റെ ഖുർആൻ പഠിച്ച മക്കളുടെ മജ്ലിസാണല്ലോ, നിന്റെ ഖുർആൻ പഠിച്ച മക്കളെ ആദരിച്ച മജ്ലിസാണല്ലോ, ഇവിടെ വന്നിരുന്ന പടച്ചവനെ നിന്റെ സ്നേഹം ഞങ്ങൾക്ക് കിട്ടുമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിനെ മനുഷ്യനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ ഒരു പ്രയാസമില്ലല്ലോ, എത്ര വലിയ പ്രതിസന്ധി വന്നാലും തകർന്നു പോകില്ലല്ലോ, അവൻ അല്ലാഹുവിന്റെ സഹായം കിട്ടുമല്ലോ, എല്ലാ വഴിയിലൂടെയും പടച്ച റബ്ബ് സഹായിക്കുമല്ലോ, പാപങ്ങൾ ചെയ്യാതെ നിനക്ക് രക്ഷപ്പെടാൻ കഴിയുമല്ലോ. ഒരാൾ അല്ലാഹു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവന്റെ കൈ അല്ലാഹു ആകുമല്ലോ, അവന്റെ കണ്ണല്ലാഹു ആകുമല്ലോ, അവന്റെ ചെവി അല്ലാഹു ആകുമല്ലോ, അവന്റെ കാലല്ലാഹു ആകുമല്ലോ, അവൻ അല്ലാഹുവിലേക്ക് നടന്നാൽ പടച്ചവൻ അവനിലേക്ക് ഓടി വരുമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യനെ അല്ലാഹു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുകയാ. അതുകൊണ്ട് തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്ന ഒരു നല്ല ഗുണം നിനക്കുണ്ടോ? ഒന്നാമത്തെ പ്രതിഫലം എന്ത്? നിന്നെ അല്ലാഹു ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ പറയുന്ന ഒന്ന്, നിന്നെ അല്ലാഹു ഇഷ്ടപ്പെടുന്നുണ്ട്. അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ ഇത് പറയാൻ കഴിയൂ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇന്ന് ഈ വഅദിന് വരുന്നതിന് മുമ്പ് ഒരു വട്ടമെങ്കിലും തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കുക. ഇന്ന് വഅദിന് വരുന്നതിന് മുമ്പ് താത്താമാര്, ഞാൻ പറഞ്ഞില്ലേ അല്ലാഹ് ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ ഇത് പറയാൻ പറ്റൂ. അല്ലാതെ താടിയും തഴമ്പും മാത്രമല്ല, അല്ലാഹു ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിക്ക് മാത്രമേ എന്ത് കാര്യം വരുമ്പോഴും തവക്കൽതു അലല്ലാഹ് എന്ന് പറയാൻ പറ്റൂ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കെ പറ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് നിസ്സാരമല്ല, അത് വെറുതെ പറഞ്ഞ് കളയേണ്ട ഒരു വാചകമല്ല. ജീവിതത്തിലേക്ക് എത്ര വലിയ പ്രതിസന്ധിയും ഏത് പ്രയാസം വന്നാലും എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഒരു നല്ല ഗുണം നമ്മുടെ നാവിലേക്ക് നമ്മൾ കൊണ്ടുവരണം. മറ്റുള്ളവരോട് നമ്മൾ പറയും, അതല്ല അല്ലാഹുവിനോട് പറ, അല്ലാഹുവിനോട് നമ്മുടെ കാര്യങ്ങൾ. അതാ പറഞ്ഞത്, ഒരിക്കലും മരണമില്ലാത്ത അല്ലാഹ്, ഒരിക്കലും മരിക്കാത്തവനാണ്, ഒരിക്കലും മരിക്കാത്തവനോടാണ് നിങ്ങൾ പരമേൽപ്പിക്കേണ്ടത് എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഒരു നല്ല ഗുണം നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിയണം. അപ്പൊ ആർക്കെങ്കിലും തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്ന ഗുണമുണ്ടെങ്കിൽ നിന്റെ ഹൃദയത്തിന്റെ അകത്ത് അല്ലാഹുണ്ട്. അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ, അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. നിന്റെ ഹൃദയത്തിന്റെ അകത്ത് അല്ലാഹുവിന്റെ അർശുണ്ട്. മരിക്കുന്ന കാലം വരെ അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. രണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാണ്. രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു ഇന്നല്ലാഹ ബാലിഗു അംരിഹി ഖദ് ജഅലല്ലാഹു ലികുല്ലി ശൈഇൻ ഖദറാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാണ്, തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അവൻ അല്ലാഹു മതിയാവുകയാണ്. അവൻ അല്ലാഹ് മതി, ഒരു പേടിയുമില്ല. ഈ പ്രപഞ്ചത്തിൽ ഒരു മഖ്ലൂക്കിനെയും അവന് ഭയമില്ല. പടച്ചവനെ, അല്ലാഹുവിന്റെ കൂടെയുണ്ടല്ലോ. അവൻ അല്ലാഹു മതിയാവുകയാണ്. ഏത് പ്രശ്നമാണെങ്കിലും ഏത് വിഷയമാണെങ്കിലും അവൻ അല്ലാഹു മതിയാകുമെന്ന് അല്ലാഹുവിന്റെ
അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. എന്റെ പ്രിയപ്പെട്ടവരെ, യാതൊരു ഭയമില്ലല്ലോ. നമുക്കെല്ലാവർക്കും അറിയാം, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് നമ്രൂദിന്റെ അനുയായികൾ പിടിച്ചുകൊണ്ട് വരികയാണ്. വിഗ്രഹങ്ങളെ തകർത്തതിന്റെ പേരില് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പിടിച്ചുകൊണ്ട് വരികയാണ്. അവസാനം അവിടെ നിന്ന് പറഞ്ഞ് എല്ലാവർക്കും മാതൃകയാകുന്ന രീതിയിലുള്ള ഒരു ശിക്ഷ വേണം ഇബ്രാഹിമിന് കൊടുക്കാൻ. ഇനി ഒരാൾ പോലും ഇങ്ങനെ നമ്മുടെ ദൈവങ്ങളോട് ചെയ്യാൻ പാടില്ല. പടച്ചവരെ അങ്ങനെ ഭയാനകമായ ഒരു കുടി കുടിക്കുകയാണ്. ഒരു വലിയ കുടി കുടിച്ചു, ഒരു വലിയ തീക്കുണ്ടാരമുണ്ടാക്കുകയാണ്. ചരിത്രങ്ങൾ പറയുന്നു, ആകാശത്തിന്റെ മുകളിലൂടെ പറന്നു പോകുന്ന പറവകളുണ്ടല്ലോ, നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിന്റെ മുകളിലൂടെ പറന്നു പോകുന്ന പറവകൾ പോലും അവിടെ നിന്ന് കരിഞ്ഞ് താഴെ വീഴുകയാണ്. ഭയാനകമായ ഒരു തീക്കുണ്ടാരമുണ്ടാക്കുകയാണ്. എന്നിട്ട് അതിന്റെ അടുക്കലേക്ക് പോകാൻ കഴിയാത്തത് കാരണം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഉയരമുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ കയറ്റി നിർത്തുകയാണ്. അമ്പും ബില്ലും തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ എഴുതി വിടാ സമയമാകുമ്പോ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. മഹാനായ ഇബ്രാഹിം നബിയുടെ ചാരത്തേക്ക് പടച്ചവനെ ജിബ്രീൽ എന്ന് പറയുന്ന മാലാഖ ഇറങ്ങി വരികയാ. വന്നിട്ട് ചോദിക്കുന്നു, ഇബ്രാഹിം നബിയേ, ഞാൻ സഹായിക്കട്ടെ, ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്തട്ടെ. ഒന്ന് സമ്മതം തന്നു കഴിഞ്ഞാൽ ഈ തീക്കുണ്ടാരം ഞാൻ അണച്ചു കളയാ, നിങ്ങളെ ഞാൻ രക്ഷിക്കാൻ നബിയേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ നിന്ന് പറഞ്ഞ മറുപടി എന്താ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജിബ്രീൽ എന്ന് പറയുന്ന മലക്കിനോട് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഏ ജിബ്രീലേ, നിനക്കെന്റെ സഹായം വേണ്ട, എന്നെ നീ സഹായിക്കണ്ട, എന്നെ സഹായിക്കാൻ ആള് വേണ്ട, എന്നെ സഹായിക്കാൻ എന്റെ റബ്ബിനറിയുമല്ലോ. എന്നെ പടച്ച റബ്ബുണ്ടല്ലോ, എന്നെ പടച്ച റബ്ബുണ്ടല്ലോ, ആ റബ്ബിനറിയാ എന്നെ സഹായിക്കാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പഠിച്ചവരല്ലേ, നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് കടന്നു പോയിട്ട് ദിവസങ്ങൾ കഴിഞ്ഞു. തന്റെ ശരീരത്തിലെ ഒരു രോമം പോലും കരിയാതെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കുല്യാനാറുകൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം. നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിനകത്ത് നിന്ന് ഒരു രോമം പോലും കരിയാതെ മാസങ്ങൾ കഴിഞ്ഞിട്ട് ഇബ്രാഹിം നബി അതിനകത്ത് നിന്ന് എഴുന്നേറ്റ് വന്നെന്ന് ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു മതിയാവുകയാണ്. ഏത് വിഷയം വന്നാലും, എത്ര വലിയ പ്രശ്നം വന്നാലും പടച്ചവനെ അവൻ അല്ല മതിയാവുകയാണ്. അല്ലാഹുവിന്റെ സഹായം നമുക്ക് ലഭിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, എല്ലാവരും വല്ലാത്ത പേടിയിലാണ്. ശത്രുക്കൾ മുഴുവനും ഇസ്ലാമിനെതിരെ ഒറ്റക്കെട്ടായി തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നാനാഭാഗത്ത് നിന്ന് പടച്ചവനെ മുസ്ലിമീങ്ങൾക്കെതിരെ ശത്രുക്കൾ കൂട്ടമായി ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരിങ്ങനെ ഭയപ്പെടുത്തുകയാണ്. ഓരോന്ന് പറഞ്ഞു പടച്ചവരെ ലൗജികാത് പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പൊ അവസാനം ഹലാല് വരെ എത്തി, അങ്ങനെ തുപ്പല് വരെ എത്തി. ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മളെ ഭയപ്പെടുത്തുമ്പോ, ഏക സിവിൽ കോഡ് മുന്നിൽ കാണിച്ച് ഭയപ്പെടുത്തുമ്പോ, പൗരത്വ ബില്ല് കാണിച്ച് ഭയപ്പെടുത്തുമ്പോ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമിനോട് പറയുകയാ, എന്തിനാ നീ ഭയപ്പെടുന്നത്? എന്തിനാ നീ പേടിക്കുന്നത്? എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, നമ്മുടെ കൂടെ പടച്ച റബ്ബുണ്ടെന്ന് എന്തേ നീ ചിന്തിക്കാതെ പോകുന്നത്? അല്ലാഹു നമ്മുടെ കൂടെ ഉണ്ടല്ലോ. ഒരുത്തൻ അല്ലാഹുവിലേക്ക് അവന്റെ കാര്യങ്ങൾ പരമേൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ ആരെയും പേടിയില്ലല്ലോ, അവനെ ഭയപ്പെടേണ്ട കാര്യമില്ലല്ലോ. അതിന് ഏറ്റവും വലിയ തെളിവെന്തെന്നറിയോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്ന സമയമുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകാൻ തീരുമാനിക്കുകയാണ്. അല്ലാഹുവേ, ഇബ്ലീസാണ് പോയി ശത്രുക്കളോട് പറഞ്ഞു കൊടുത്തത്, മുഹമ്മദ് നാട് വിടാൻ പോകുകയാണ്, മദീനയിലേക്ക് കടക്കാൻ
കടക്കാൻ പോവുകയാണ്. രക്ഷപ്പെട്ട് കഴിഞ്ഞാ പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് തൊടാൻ കഴിയില്ല. ഇബ്ലീസാണ് പോയി പറഞ്ഞു കൊടുക്കുന്നത്. അവസാനം എന്റെ പ്രിയപ്പെട്ടവര്, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട് വളയുകയാ. അതാ ഖുറൈശികളെ നേതാക്കന്മാര് വാളുമെടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീട് വളഞ്ഞിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ വീടിന്റെ വെളിയിൽ ഇറങ്ങിയാൽ അല്ലാഹുവിന്റെ പ്രവാചകനെ വധിക്കുന്നതിന് വേണ്ടി ശത്രുക്കൾ മുഴുവനും മുടിപിടിച്ച വാളുമായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീട് വളഞ്ഞിരിക്കുകയാണ്. വീടിനകത്താണെങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകനുണ്ട്. മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകനെ പെട്ടെന്ന് ചോദിച്ചു, അലിയേ, ഞാൻ കടന്നിരുന്ന സ്ഥലത്ത് നീ കടക്കുമോ അലിയേ? അലിയാര് തങ്ങൾ പറയുന്നു, യാ റസൂലല്ലാഹ്, എനിക്കെന്ത് പേടിയാ നബിയേ, എനിക്കെന്ത് പേടിയാ നബിയേ. കടക്കാൻ പറഞ്ഞാ കടക്കുമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ കടന്നിരുന്ന സ്ഥലത്ത് അലിയാര് തങ്ങൾ കടക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന് വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടി തയ്യാറെടുക്കുമ്പോ അതാ വരുന്ന മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞത് എന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങാ സമയമാകുമ്പോ, വാതിൽ തുറക്കാ സമയമാകുമ്പോ എന്ത് ചെയ്യണമെന്നറിയുമോ? ഒരു പിടി മണ്ണ് വാരണം നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട് മുഴുവനും ശത്രുക്കൾ വളഞ്ഞിരിക്കുകയാ. ഇറങ്ങിയ അപ്പ തന്നെ വെട്ടിക്കൊല്ലാൻ. അങ്ങനെ എല്ലാവരും തയ്യാറായി നിൽക്കുമ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു കൊടുത്തു, നബിയേ, യാത്രയ്ക്ക് വേണ്ടി വാതിൽ തുറക്കാൻ സമയമാകുമ്പോ ഒരു പിടി മണ്ണ് വാരണം. എന്നിട്ടോ സൂറത്തു യാസീൻ, വജഅൽനാ മിൻ ബൈനി ഐദീഹിം സ്വദ്ദ വമിൻ ഖൽഫിഹിം സ്വദ്ദ. ഈ ഖുർആൻ സൂറത്തു യാസീനിലെ ഈ ആയത്ത് ഓതിയിട്ട് ആ മണ്ണിലൊന്ന് ഊതണം. എന്നിട്ട് വാതിൽ തുറന്നിട്ട് ഒറ്റ ഏറെറിയണം. എന്നിട്ട് ധൈര്യമായിട്ട് ഇറങ്ങി പൊക്കോളാൻ അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഖുർആൻ സൂറത്തു യാസീനിലെ ഈ ആയത്ത് ഓതിയിട്ട് ഒരു പിടി മണ്ണ് വാരിയിട്ട് വീടിന്റെ വാതിൽ തുറന്ന് വെളിയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ആ ശത്രുക്കളുടെ കണ്ണിന്റെ മുന്നിലൂടെ നടന്നുപോയി മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അള്ളയാ നമ്മുടെ കൂടെയുള്ളത്. ആറ്റം ബോംബും വേറൊന്നും വേണ്ട. ആറ്റം ബോംബോ അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ വലിയ ആയുധങ്ങളൊന്നും വേണ്ട. ഒരു പിടി മണ്ണ് വാരിയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് ഒരു പിടി മണ്ണ് വാരി തന്റെ മുന്നിലേക്ക് എറിഞ്ഞു. ആ വീട് വളഞ്ഞിരിക്കുന്ന ശത്രുക്കളുടെ നടുവിലൂടെ മുത്തുനബി അവിടെ നിന്ന് നടന്നുപോയി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ കണ്ണിന്റെ മുന്നിലൂടെ നടന്നുപോയി. എന്തിനാ നമ്മൾ ഭയപ്പെടുന്നത്? നമ്മൾ ആരെയാ ഭയപ്പെടേണ്ടത്? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശത്രുക്കളെ നമ്മൾ ഭയപ്പെടുത്താൻ നോക്കുകയാ. പലതും പറഞ്ഞിട്ട് നമ്മൾ വരണ്ട് മൂത്രൊടിക്കാൻ തുടങ്ങി. നമുക്ക് പൗരത്വ ബില്ലും ആ ബില്ലും ഈ ബില്ലും പാസ്സാക്കുമ്പോ നമ്മളിപ്പോ ഇങ്ങനെ വിറക്കാൻ തുടങ്ങി. എടാ പൊന്നാര ചങ്ങാതി, അള്ളാഹു ചോദിച്ചത് എന്തെന്നറിയുമോ? ഇതിനു മുമ്പും ഇവിടെ ഈ നമ്മളൊക്കെ വരുന്നതിന് നമ്മുടെ മുൻഗാമികൾക്കും എന്റെ പ്രിയപ്പെട്ടവരെ പൗരത്വ ബില്ലുണ്ടായിരുന്നു. നിങ്ങൾ ചരിത്രം നോക്ക്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്ത് മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജറ പോയി. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയി. ഹിജറ പോകുന്ന സമയത്ത് ഖുറൈശികൾ പറഞ്ഞു, എടാ, ഈ നാട്ടിൽ നിന്ന് ഉണ്ടാക്കിയത് മുഴുവനും ഇവിടെ ഇട്ടിട്ട് നീയും നിന്റെ അള്ളായും കൂടെ പോടാ, നീയും നിന്റെ അള്ളായും കൂടെ പോകാൻ പറഞ്ഞപ്പോ അവര് സമ്പാദിച്ച സമ്പാദ്യം മുഴുവനും ആ മക്കത്ത് ഉപേക്ഷിച്ച് ഇട്ടിരുന്ന വസ്ത്രത്തോടു കൂടി അവര് പോയി. അതാണ് സഹാബത്ത്, അതാണ് നമ്മുടെ മുൻഗാമികൾ. നമ്മൾ ഇതിനെ കുറിച്ച് പറയുമ്പോ പറയുന്നു, പടച്ചോനെ എല്ലാം പോവല്ലോ അല്ല, ജയിലിൽ കൊണ്ടിടുവല്ലോ അല്ല. നമ്മൾ പേടിച്ചോണ്ടിരിക്കുക. എപ്പോഴേ അല്ലാഹ് ചോദിച്ചെന്തെന്നറിയോ? അം ഹസിബുതും മൻ തദ്ഖുലുൽ ജന്ന ഫലമ്മാ യതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും. സ്വർഗ്ഗത്തിലേക്ക് വെറുതെ കേറി പോകാമെന്ന് നീ കരുതിയോ? അല്ലാഹുവിന്റെ സ്വർഗ്ഗം വെറുതെ കിട്ടുമെന്ന് നീ കരുതിയോ? ഇല്ല മനുഷ്യ. അല്ലാഹ് പറഞ്ഞു, ഇല്ലടാ, നിന്റെ മുൻഗാമികൾ അനുഭവിച്ചതുപോലെ നീയും അനുഭവിക്കേണ്ടി വരും. ആ ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും നീ അനുഭവിക്കേണ്ടി വരും. അനുഭവിച്ചാലേ നിനക്ക് സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നമ്മൾ അല്ലാഹുവിലേക്ക്
തിരിച്ചു മടങ്ങുക, നമ്മുടെ ഈമാൻ നമ്മൾ ഉറപ്പിക്കുക. അതല്ലാതെ ഇനി തലകുത്തി പറഞ്ഞാലും ഇതൊക്കെ ഇവരിവിടെ പാസ്സാക്കും, ഇതൊക്കെ പാസ്സാക്കുമെന്ന് ഞാനല്ല പറഞ്ഞത്, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കാലഘട്ടം വരുമെന്ന് മുത്തുനബി പഠിപ്പിച്ചല്ലോ, അതിന്റെ തുടക്കമാണ് ഇതൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് എന്താ? നമ്മൾ നമ്മുടെ ഈമാൻ ഉറപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇറങ്ങി പോകുന്ന വഴിയിൽ നിൽക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, അബൂബക്കറെ നീ എന്റെ കൂടെ വരുന്നുണ്ടോ? വരുന്നുണ്ട് നബിയെ. രണ്ടുപേരും കൂടെ യാത്ര തുടങ്ങി. നമുക്കറിയാം അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരും കൂടെ ഒരു ഗുഹയ്ക്കകത്ത് കയറി ഒളിച്ചിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ മടിയിൽ തലവെച്ചിട്ട് കിടന്നുറങ്ങുകയാ. കുറെ കഴിഞ്ഞപ്പോ അബൂബക്കർ തങ്ങളുടെ കൈകാലുകൾ വിറയ്ക്കുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കൈകാലുകൾ വിറയ്ക്കുമ്പോ മുത്തുനബി ചോദിച്ചു, എന്തു പറ്റി അബൂബക്കറെ? നബിയേ, നമ്മൾ ഇരിക്കുന്ന ഗുഹയുടെ മുകളിൽ ശത്രു വന്ന് നബിയെ, അവന്റെ കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചം ദാ ഈ ഗുഹയ്ക്ക് തടിക്കുകയാ. അവനെങ്ങാണം കാലിലേക്ക് നോക്കിയാ നമ്മളെ പിടിക്കുമല്ലോ. അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്ന, അവന്റെ കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചം ദോണ്ടി ഗുഹയ്ക്കകത്ത് അടിക്കുന്ന നബിയെ, അവനെങ്ങാണം അവന്റെ കാലിലേക്ക് നോക്കിയാൽ നമ്മളെ രണ്ടുപേരെയും പിടിക്കുമല്ലോ നബിയെ. ആ സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചിരിക്കുകയാ. എന്തേ നബിയെ ചിരിക്കുന്നേ? അപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്ത, അബൂബക്കറെ, അല്ലാഹ് നമ്മുടെ കൂടെ ഇല്ലേ അബൂബക്കറെ? നമ്മൾ രണ്ടുപേരും അല്ലല്ലോ, അല്ലാഹ് കൂടെ നമ്മുടെ കൂടെ ഇല്ലേ? മൂന്നാമനായി അവനവന്റെ കാലിലേക്ക് നോക്കണമെങ്കിൽ അവൻ തീരുമാനിച്ചാ പോരാ, അല്ലാഹു തീരുമാനിക്കണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പറയുകയാണ്, സഹോദരങ്ങളോട് പറയുകയാ, തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്ന ഒരു നല്ല ഗുണം നിന്റെ ജീവിതത്തിൽ ഉണ്ടായാൽ പടച്ചവനെ അല്ലാഹു നിനക്ക് മതിയാവുകയാണ്. ഏത് പ്രശ്നം വന്നാലും ഏത് പ്രയാസം വന്നാലും അല്ലാഹു നിനക്ക് മതിയാവുകയാണ്. അല്ലാഹുവിന്റെ സഹായം നിനക്ക് ലഭിക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വിടന്ന് പറഞ്ഞു തരികയാ. എന്റെ പ്രിയപ്പെട്ടവരെ, വിശദീകരിക്കുന്നില്ല. മൂന്നാമത്തെ പ്രതിഫലം എന്താ? തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? ഇന്നഹു ലൈസ ലഹു സുൽത്താനുൻ അലല്ലദീന ആമനൂ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഇന്നമ സുൽത്താനു അലല്ലദീന യതവല്ലൗനഹു വല്ലദീന ഹും ബിഹി മുശ്രികൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വിടെന്ന് പറയുന്ന തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്ന ഒരു മനുഷ്യര് അല്ലാഹു കൊടുക്കുന്ന മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? ശപിക്കപ്പെട്ട ഇബ്ലീസ് ഉണ്ടല്ലോ, പിശാചുണ്ടല്ലോ, അവന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് അല്ലാഹു അവന് സംരക്ഷണം കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. ഏ മനുഷ്യ, തവക്കൽതു അലല്ലാഹ് പറയടാ. വീടിന്റെ അകത്ത് കയറുമ്പോ തവക്കൽതു അലല്ലാഹ് പറ, വീടിന്റെ വെളിയിൽ ഇറങ്ങുമ്പോ തവക്കൽതു അലല്ലാഹ് പറ, മക്കളെ സ്കൂളിലേക്ക് വിടുമ്പോ തവക്കൽതു അലല്ലാഹ് പറ, വാഹനത്തിൽ കയറുമ്പോ തവക്കൽതു അലല്ലാഹ് പറ, കടയിലേക്ക് പോകുമ്പോ തവക്കൽതു അലല്ലാഹ് പറ. അല്ലാഹുവിന്റെ ഖുർആൻ വിടെന്ന് പറയുകയാണ്, പിശാചുണ്ടല്ലോ, പിശാചിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് അല്ലാഹു നിന്നെ രക്ഷപ്പെടുത്തുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു. തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹു അവന് സംരക്ഷണം കൊടുക്കും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. സ്കൂളിൽ പോകുമ്പോ, വീട്ടിൽ കയറുമ്പോ തവക്കൽതു അലല്ലാഹ് പറ. വീടിനകത്ത് പലരും പറയുമല്ലോ, ഉസ്താദേ ശൈത്താന്റെ ഷർറ, വീടിനകത്ത് ശൈത്താന്റെ ഷർറ എന്ന് പറയുന്നവരുണ്ട്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വീട്ടിൽ ശൈത്താന്റെ ഷർറ് ഉണ്ടെങ്കിൽ ആ ഷർറു മാറ്റാനുള്ള വഴി അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു തരുന്നില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, വീട്ടിനകത്ത് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരുണ്ട്, പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങൾ വീട്ടിലുള്ളവരുണ്ട്. അല്ലാഹു നമ്മുടെ വീടുകളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു മലക്കുകളുടെ സംരക്ഷണം നൽകുമാറാകട്ടെ. വീടിനകത്ത്
കൂടിയിരിക്കുന്ന ശൈത്താനെ ഇറക്കി വിടാൻ 5 പൈസയുടെ പണിയൊന്നുമില്ല. വീടിന്റെ അകത്ത് കൂടിയിരിക്കുന്ന ഇബിലീസിനെ ഇറക്കി വിടാൻ ഒരുപാട് കഷ്ടപ്പാടൊന്നുമില്ല. 1 രൂപ പോലും ചെലവാക്കണ്ട. കൂടോത്രവും മന്ത്രവാദവും മുട്ട കുഴിക്കലും ഒന്നും വേണ്ട. ഖുർആനിലെ ഒരായത്ത് ഓതിയാ മതി, വീട്ടിൽ നിന്ന് ഇബിലീസ് ഇറങ്ങിപ്പോകും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. വീട്ടിൽ കൂടിയിരിക്കുന്ന ഇബിലീസിനെ ഇറക്കി വിടണമെങ്കിൽ ഖുർആനിലെ ഒരായത്ത് ഓതിയാ മതി. അല്ലാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. പറഞ്ഞുതരട്ടെ, ഖുർആനിലെ ഒരായത്ത് ഓതിയ നിന്റെ വീടിനകത്ത് കൂടിയിരിക്കുന്ന ശൈത്താൻ ഇന്ന് തന്നെ ഇറങ്ങിപ്പോകും. അല്ലാഹു ഇറക്കി വിടാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഓതുവോ? എങ്ങനെ ഓതാനാ ഉസ്താദെ? ഞാനും അവനും തമ്മിലുള്ള ബന്ധം അങ്ങനെയല്ലേ? എന്റെ വീടിനകത്ത് കൂടിയിരിക്കുന്ന ശൈത്താനെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഇനി ഞാനെങ്ങനെ? അത്രയ്ക്കും ഫ്രണ്ട്സുകളാണ് നിങ്ങൾ അല്ലേ? ശൈത്താനെ ഇറക്കി വിടാനുള്ള ഒരു ആയത്ത് ഞാൻ പറഞ്ഞുതരാം. പൈസ ഒന്നും വേണ്ട. നിങ്ങൾ ചെയ്യുവോ? വീട്ടിൽ ഇരിക്കുന്ന ശൈത്താനെ പിന്നെ ഇറക്കി വിടാം. നിന്റെ തലയിൽ കൂടിയിരിക്കുന്ന ശൈത്താൻ ആദ്യം ഇറക്കി വിട്. അല്ലാഹു ഈമാൻ തരട്ടെ. ഒന്ന് കൈപൊക്കിക്കേ. ഒരായത്ത് ഓത് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ. ശൈത്താൻ ഇറങ്ങിപ്പോൻ. മക്കളെ നിങ്ങൾ പൊക്കണ്ടടാ. നിങ്ങളുടെ കൂടെ ശൈത്താൻ കൂടത്തില്ല. എത്ര നിന്ന് ഹാഫിദ എത്ര പേരായിരുന്നു? 2, 4, 6, 8, 10, 12, 14, 16 പേരില്ലേ? 16 പേര്. നിങ്ങളുടെ മുന്നിൽ ശൈത്താൻ തോറ്റതാ. അവൻ പോയി. ഇനി പേടിക്കണ്ടട്ടാ. അതുകൊണ്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പല ബുദ്ധിമുട്ടുകളും 25-20 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് ചൊറിച്ചൽ വരുന്നു, വീട്ടിൽ പോകണം, കരച്ചിൽ വരുന്നു, സങ്കടം വരുന്നു. എന്താ? ശൈത്താൻ ഇങ്ങനെ ഇട്ട് കളിപ്പിക്കുന്നതാ. ഇനി നിങ്ങളുടെ അവന്റെ പണിയൊന്നും നിങ്ങളോട് നടക്കൂല. അല്ലാഹു ഈമാൻ നിലനിർത്തി തരുമാറാകട്ടെ. ശൈത്താനെ ഇറക്കി വിടണോ? ഖുർആനിലെ ഒരായത്ത് ഓതിയാ മതി. ഇന്ന് വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോ വീടിനകത്ത് കയറുന്നതിന് മുമ്പ് ഒരായത്ത് ഓതണം. വീടിനകത്തേക്ക് കയറുന്നതിന് മുമ്പ് ഒരായത്ത് ഓതണം. ഓതുമ്പോ ഇബിലീസ് മക്കളോട് പറയും, ഇന്നിവിടെ കടക്കാൻ പറ്റൂല, വേറെ വീട് നോക്കിക്കൊള്ളാൻ. നിങ്ങൾ ഇന്ന് ഈ ആയത്ത് നിങ്ങളുടെ വീടിനകത്ത് കയറുമ്പോൾ ഓതിയാൽ വീടിനകത്തിരിക്കുന്ന ഇബിലീസ് തന്റെ മക്കളെ വിളിച്ചിട്ട് പറയും, ഇന്ന് രാത്രി ഇവിടെ കടക്കാൻ പറ്റൂല, വേറെ ഏതെങ്കിലും വീട്ടിൽ പൊക്കോളാൻ, ഇന്ന് തന്നെ ഇറങ്ങിപ്പോകും. അല്ലാഹു ഓതാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഏതായത്താ? മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു. അബൂ ഹുറൈറ തങ്ങള് അവിടെ നിന്ന് കുറച്ച് ഗനീമത്ത് സ്വത്തിന് കാവലിരിക്കുകയാണ്. കുറച്ച് കാര്യങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകൻ കുറച്ച് സാധനങ്ങൾ കൊടുത്തിട്ട് ഇത് സൂക്ഷിച്ചു കൊള്ളാൻ പറഞ്ഞു. കാവൽക്കാരനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു. കാവലിരിക്കുമ്പോ രാത്രി ഒരുത്തം വന്നിട്ടൊരു പ്രായമുള്ളൊരു മനുഷ്യൻ ചാക്കിനകത്ത് വാരി നിറയ്ക്കുക. അബൂ ഹുറൈറ തങ്ങൾ കണ്ടുപിടിച്ചു. കള്ളനെ കയ്യോടെ പിടികൂടി. നിന്നെ ഞാൻ മുത്തുനബിയുടെ മുന്നിൽ കൊണ്ടുപോകും സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആ മനുഷ്യൻ, അബൂ ഹുറൈറ, എന്റെ ഭാര്യയും മക്കളും പട്ടിണിയാ, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി, ദാരിദ്ര്യം കാരണം വന്നെടുത്തതാ, എന്നെ പിടിച്ചോണ്ട് പോകരുത്. അപ്പൊ അബൂ ഹുറൈറ തങ്ങൾ വിഷമം കേട്ടപ്പോ പറഞ്ഞു, നീ പൊക്കോളാൻ, ഇനി ചെയ്യരുത്. 2ാമത്തെ ദിവസവും വന്നു, അന്നും പിടിച്ചു. അന്നും മക്കളുടെ കാര്യം പറഞ്ഞ് കരഞ്ഞു. അപ്പോഴും അബൂ ഹുറൈറ തങ്ങൾ വെറുതെ വിട്ടു. പക്ഷെ 3ാമത്തെ ദിവസം അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഇവനെ പിടിച്ചു. അപ്പൊ പറഞ്ഞു, ഇനി നിന്നെ ഞാൻ വിടൂല. 2 പ്രാവശ്യം നിനക്ക് ഞാൻ സമ്മതം തന്നു, ഇനി നിന്നെ ഞാൻ വിടത്തില്ല, നിന്നെ ഞാൻ കൊണ്ടുപോകും, മുത്തുനബിയുടെ മുന്നിൽ കൊണ്ടുപോകും. അങ്ങനെ അവസാനം എന്തു പറഞ്ഞാലും വിടില്ല എന്ന് മനസ്സിലായപ്പോ ഈ മനുഷ്യൻ പറഞ്ഞു അബൂ ഹുറൈറയോട്, ഞാൻ നിനക്കൊരു നന്മ പഠിപ്പിച്ചു തരാം. അള്ളാന്റെ ഖുർആനിലെ ഒരു ആയത്ത് ഞാൻ പറഞ്ഞു തരാം. ഈ ആയത്ത് നീ പാരായണം ചെയ്താൽ ഇബ്ലീസിന്റെ ഷർറിൽ നിന്ന് നീ രക്ഷപ്പെടും. ഇബ്ലീസിന്റെ ഷർറിൽ നിന്ന് നീ രക്ഷപ്പെടും. ഖുർആനിലെ ഒരു ആയത്ത് പറഞ്ഞു കൊടുത്തു, വെറുതെ വിട്ടു. പിറ്റേ ദിവസം രാവിലെ സുബഹി നമസ്കാരം കഴിഞ്ഞപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഹുറൈറ തങ്ങളോട് ചോദിച്ചു, കള്ളനെ വെറുതെ വിട്ടുവില്ലേ? നബിയെ, ആദ്യത്തെ 2 ദിവസം അവൻ കരച്ചിലും ബഹളവുമായിരുന്നു. 3ാമത്തെ ദിവസം ഞാൻ അവനെ കൊണ്ടുവരാൻ തീരുമാനിച്ചതാ. പക്ഷേ അവൻ എനിക്കൊരു ഇൽമു പഠിപ്പിച്ചു തന്നു. ശൈത്താനിന്റെ ഷർറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ആയത്ത് പഠിപ്പിച്ചു തന്നു. ഏതായത്തെന്നറിയുമോ? അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ ആയത്തുൽ കുർസിയ്യ്. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആനിലെ ആയത്തുൽ കുർസിയ്യ്. ഈ ആയത്തുൽ കുർസിയ്യ് ഏത് മനുഷ്യൻ തന്റെ വീടിനകത്തിരുന്ന് പാരായണം ചെയ്യുന്നു, ആ വീട്ടിൽ നിന്ന് ശൈത്താനിന്റെ ഷർറ് ഒഴിവാകും. ഇബ്ലീസും അവന്റെ മക്കളും പിന്നെ ആ വീട്ടിൽ നിൽക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പ്രവാചകൻ ചോദിച്ചു, അവൻ കള്ളനാണെങ്കിലും പറഞ്ഞത് സത്യമാ? അവന് കള്ളനാണെങ്കിലും പറഞ്ഞത് സത്യമാ? എന്നിട്ട് അബൂ ഹുറൈറ തങ്ങളോട് ചോദിച്ചു, അവൻ ആരാന്നറിയോ? അറിയില്ല നബിയെ, അത് സാക്ഷാൽ ഇബ്ലീസ് ആയിരുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ ഇബ്ലീസ് തന്നെയാണ് അവനെ പൂട്ടാനുള്ള പൂട്ട് പറഞ്ഞു കൊടുത്തത്. അതുകൊണ്ട് ശൈത്താനിന്റെ ഷർറു മാറണോ? വീട്ടിൽ പോയിരുന്ന ആയത്തുൽ കുർസി പാരായണം ചെയ്യ്. എല്ലാരും ഒരു ആയത്തുൽ കുർസി ഓദിക്കേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം
ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يعوده حفظهما وهو العلي العظيم. അള്ളാഹു എല്ലാവിധ ഷർറുകളെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇബ്ലീസിന്റെ ഷർറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴിയാണ് ആയത്തിൽ കുർസി പാരായണം ചെയ്യുക. ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളുടെ മക്കളെ നിങ്ങൾ വീടിന്റെ വെളിയിൽ വിടുമ്പോ ആയത്തിൽ കുർസി അല്ല തവക്കൽതു അലല്ലാഹ് പറ. വണ്ടിയിലേക്ക് കയറുമ്പോ തവക്കൽതു അലല്ലാഹ് പറ. കച്ചവടത്തിന് പോകുമ്പോ തവക്കൽതു അലല്ലാഹ് പറ. പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്ന്, കണ്ണീറും പ്രാക്കും സിഹ്റും ഇങ്ങനെയുള്ള പല കാര്യങ്ങളിൽ നിന്ന് അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്തുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഒരു 3 സ്വലാത്ത് പറ. സല്ലല്ലാഹു اللهم صل على محمد يا رب صل عليه وسلم. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാണ്, തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന 3ാമത്തെ പ്രതിഫലം പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്ന് അല്ലാഹു ആ മനുഷ്യനെ അവിടെന്ന് സംരക്ഷിക്കുകയാ. 4ാമതായിട്ടോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാ, തവക്കൽതു അലല്ലാഹ് എന്തൊരു മനുഷ്യന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു അവന് കൊടുക്കുന്ന 4ാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? കുല്ലയുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ വ മൗലാനാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വിടന്ന് പറയുകയാണ്, ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാനുള്ള ഒരു ധൈര്യമുണ്ടല്ലോ. ഏത് പ്രയാസത്തിന്റെ സമയത്തും ലക്ഷങ്ങളുടെ കടം വന്നാലോ, സമ്പത്ത് മുഴുവനും തകർന്നു പോയാലോ, കച്ചവടം മുഴുവനും തകർന്നു പോയാലോ, പടച്ചവനെ മാരകമായ രോഗങ്ങൾ പിടിപെട്ടാലോ, നിന്റെ ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധി കടന്നു വന്നാലോ പിടിച്ചു നിൽക്കാനുള്ള ഒരു ധൈര്യമുണ്ടല്ലോ, പിടിച്ചു നിൽക്കാനുള്ള ഒരു ഈമാനുണ്ടല്ലോ. അല്ലാഹു നിനക്ക് തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കില്ലാതെ പോയതും അത് തന്നെയാണ്. പ്രയാസങ്ങൾ കടന്നു വരുമ്പോ, അല്ലാഹുവേ ക്യാൻസർ എന്ന് പറയുന്ന രോഗം വരുമ്പോ ആത്മഹത്യ ചെയ്യുന്നവരുണ്ടല്ലോ. കച്ചവടം നടത്തിയിട്ട് ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടു പോയി കടക്കാരനാകിയപ്പോ കുടുംബസമേതം ആത്മഹത്യ ചെയ്യുന്ന കാലമാണല്ലോ. ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ കടന്നു വരുമ്പോ നമ്മൾക്ക് പലർക്കും പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല, പതറുകയാണ്, പേടിച്ചു പോവുകയാണ്. എന്തേ മനുഷ്യ നിനക്ക് ധൈര്യമില്ലാതെ പോയത്? എന്തേ നിനക്ക് ധൈര്യമില്ലാതെ പോയത്? അല്ലാഹുവിന്റെ തീരുമാനമാണല്ലോ. എന്തു വന്നാലും അത് റബ്ബിന്റെ തീരുമാനമാണെന്ന് നീ വിശ്വസിക്കേണ്ടവനല്ലോ. ഈമാൻ കാര്യത്തിൽ 6ാമത്തത്, എന്റെ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട് നിങ്ങൾ പഠിക്കുന്നില്ല? വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. നന്മയും തിന്മയും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നാണ് ഉണ്ടാകുന്നതെന്ന് വിശ്വസിക്കണമല്ലോ. അത് വിശ്വസിക്കാതെ നീ യഥാർത്ഥ മുസ്ലിമാകില്ലല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, എത്ര വലിയ പ്രയാസം വന്നാലും പറഞ്ഞോ തവക്കൽതു അലല്ലാഹ്. അല്ലാഹുവിന്റെ സഹായം കിട്ടും ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ജീവിതത്തിൽ നിന്റെ ഭർത്താവ് നിന്നെ ഒറ്റപ്പെടുത്തിയാലും, നിന്റെ ഭർത്താവിന്റെ കുടുംബക്കാര് നിന്നെ ഒറ്റപ്പെടുത്തിയാലും, നീ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ നിന്നെ എത്ര പരിഹസിച്ചാലും നാടൻ കെടുത്തിയാലും, നീ അല്ലാഹുവേ തവക്കൽതു അലല്ലാഹ് പറഞ്ഞോ. പടച്ചറപ്പ് നിന്റെ മനസ്സിന് ധൈര്യം തരും പെങ്ങള്. നിനക്ക് പഠിക്കാറുള്ള ഒരു ചരിത്രം ഞാൻ പറഞ്ഞു തരാ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ജീവിതത്തിൽ എത്ര വലിയ പ്രയാസം വന്നാലും പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഈ ജീവിതം അങ്ങ് അവസാനിപ്പിക്കണമെന്ന് തോന്നുന്ന നിമിഷമുണ്ടല്ലോ, ആ നിമിഷത്തിൽ നിനക്ക് ഈ ദിക്റും 3 പ്രാവശ്യം പറയാൻ കഴിയുമോ? ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ.
പടച്ചവരെ ഈ പറയുന്ന ദിക്ർ നിങ്ങൾക്കൊന്ന് പറയാൻ കഴിയുമോ? ഇതാര് പറഞ്ഞ ദിക്റെന്നറിയുമോ? ഇതാര് പറഞ്ഞ ദിക്റെന്നറിയുമോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയാണ് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യയാണ് ആയിഷ ബീവി. ആയിഷ എന്ന് പറയുന്ന ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് അല്ലാഹുവേ ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബിയാണ് സൗബ റളിയല്ലാഹു തആല അൻഹു. യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന സൗബാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാർ, ഇവര് രണ്ടുപേരെയും ചേർത്ത് പറയുകയാണ് ആയിഷ ബീബി വ്യഭിചരിച്ചെന്ന് പറയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ഈ സഫ്വാൻ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരുമായി വ്യഭിചരിച്ചെന്ന് പറഞ്ഞു പരത്തുകയാ. മുനാഫിക്കീങ്ങളാണ് തുടങ്ങുന്നത്, പിന്നെ എല്ലാവരും ഏറ്റുപിടിക്കുകയാണ്. കാരണം ആയിഷ ബീബിക്ക് എതിരായിരുന്ന തെളിവുകൾ മുഴുവനും എവിടെ നോക്കിയാലും ആയിഷ ബീബിയെ കുറിച്ചാണ് പറയുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യയെ കുറിച്ച് ഇങ്ങനെ നാട്ടുകാർ ചർച്ച ചെയ്യുകയാ. എവിടെ നോക്കിയാലും അവിടെ ഇത് ഈ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് സഹിക്കാൻ കഴിഞ്ഞില്ല, അള്ളാന്റെ റസൂലിന് അവിടെ നിന്ന് സഹിക്കാൻ കഴിഞ്ഞില്ല. അല്ലാഹുവിന്റെ പ്രവാചകന് വീട്ടിലേക്ക് കടന്നു വന്നു, അള്ളാന്റെ റസൂല് തന്റെ വീട്ടിലേക്ക് കടന്നു വന്നു. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു, ആയിഷ കുറച്ചു ദിവസം നീ നിന്റെ വീട്ടിൽ പോയി നിൽക്ക്, നിനക്കൊരു സമാധാനം കിട്ടാൻ, നിനക്കൊരു സമാധാനം കിട്ടാൻ കുറച്ചു ദിവസം നീ നിന്റെ വീട്ടിലേക്ക് പോയി നിൽക്ക്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്കത് താങ്ങാൻ കഴിഞ്ഞില്ല. പടച്ചവനെ തന്റെ പ്രിയപ്പെട്ട വാപ്പയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് വാപ്പ കടന്നു വരുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ വാപ്പയുടെ ചാരത്ത് ചെന്നിട്ട് പറഞ്ഞു, ഉപ്പാ ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യ, ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് വാപ്പയ്ക്ക് തോന്നുന്നുണ്ടോ? അബൂബക്കർ തങ്ങൾ മിണ്ടുന്നില്ല. അതാ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ ചാരത്തേക്ക് കടന്നു പോവുകയാണ്. ഉമ്മാനെ കെട്ടിപ്പിടിക്കുകയാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് പറഞ്ഞു, ഉമ്മാ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ഉമ്മാ, ഇവര് പറയുന്നത് കള്ളമാ ഉമ്മാ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ പ്രിയപ്പെട്ട മാതാവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുകയാ. ഉമ്മയും ഒന്നും മിണ്ടിയില്ല. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ വീടിനകത്ത് കിടക്കുകയാണ്. തന്റെ വീടിനകത്ത് കയറിയിട്ട് വാതിലടയ്ക്കുകയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അന്ന് ആയിഷ ബീബിക്ക് ചെറിയ പ്രായമാണ്, നിന്റെ മക്കളുടെ പ്രായമേ ഉള്ളൂ. ആയിഷ ബീബിയെ ഒരു നാട് മുഴുവനും അവിടെ നിന്ന് തെറ്റുകാരിയായി കാണുകയാണ്. പലരും സംശയത്തോടെ നോക്കുകയാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ആത്മഹത്യ ചെയ്തില്ല. പിന്നെ എന്ത് ചെയ്തെന്നറിയുമോ? ഓരോ ദിവസവും സുബഹി കഴിയുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ വീടിന്റെ വാതിലിൽ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് വരുന്നുണ്ടോ? മുത്തുനബി അവിടെ നിന്ന് കടന്നു വരുന്നുണ്ടോ? പടച്ചവനെ ആഴ്ചകൾ കഴിയുകയാണ്. ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകന് സുബഹി കഴിഞ്ഞു നോക്കുമ്പോ ചിരിക്കുന്ന മുഖത്തോട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് കടന്നു വരികയാ. ആയിഷ ബീബി ഇറങ്ങി ഓടുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാ. എന്നിട്ട് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ ഞാൻ നിരപരാധിയാണെന്ന് അല്ലാഹു പറഞ്ഞു നബിയേ. ജിബ്രീൽ ഖുർആനിന്റെ ആയത്തുമായിട്ട് ഇറങ്ങി വന്നു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, ആയിഷ നീ നിരപരാധിയാണെന്ന് അല്ലാഹു പറഞ്ഞു. ആയിഷ ഖുർആനിൽ ആയത്തിറങ്ങി. ആയിഷ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുമ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെ നിന്ന് പറഞ്ഞു, നബിയേ എനിക്ക് ഉറപ്പായിരുന്നു നബിയേ ഖുർആനിൽ ആയത്തിറങ്ങുമെന്ന്, ജിബ്രീൽ ആയത്തുമായി വരുമെന്ന് എനിക്ക് വല്ലാത്ത ഉറപ്പായിരുന്നു നബിയേ. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് ചോദിച്ചു, ആയിഷ ജിബ്രീൽ വരുമെന്ന് നീ ഉറപ്പിച്ചു പറയാനുള്ള കാരണം എന്താ? എങ്ങനെയാ നീ പിടിച്ചു നിന്നത്? ഇത്രയും ദിവസം എല്ലാവരും നിന്നെ കൈയൊഴിഞ്ഞപ്പോ നീ എങ്ങനെയാ പിടിച്ചു നിന്നത്?
ആയിഷ ബീബി റളിയല്ലാഹു തആല അവിടെന്ന് പറഞ്ഞു, നബിയേ, നിസ്കാരപ്പായിലിരുന്ന് പറഞ്ഞത് ഒരേ ഒരു ദിക്റാണ് നബിയേ. ആയിഷ ബീബി റളിയല്ലാഹു തആല നിസ്കാരപ്പായിലിരുന്ന് പറഞ്ഞത് ഒരേ ഒരു ദിക്റാ. ഏത് ദിക്റെന്ന് അറിയുമോ? ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. ആയിഷ ബീബി റളിയല്ലാഹു തആല തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസമുണ്ടായ സമയത്ത്, ഏറ്റവും കൂടുതൽ ഒരു പരീക്ഷണമുണ്ടായ സമയത്ത് ആയിഷ ബീബി റളിയല്ലാഹു തആല പിടിച്ചു നിന്നത് ഈ ദിക്ർ പറഞ്ഞിട്ടാ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു തന്നത്, ജീവിതത്തിൽ ലക്ഷങ്ങളുടെ കടം വരുമ്പോ, സർവ്വതം തകർന്നു പോകുമ്പോ, പടച്ചവനെ ഇനി ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് തോന്നുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സമയത്ത് അല്ലാഹ് 3 പ്രാവശ്യം സമാധാനത്തോടുകൂടി ഇരുന്നിട്ട് നിനക്കൊന്ന് പറയാൻ പറ്റുമോ? ഹസ്ബുനല്ലാഹ്, അല്ലാഹു നിന്നെ സഹായിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് പറയുകയാണ്, പറഞ്ഞോ തവക്കൽതു അലല്ലാഹ്, പറഞ്ഞോ തവക്കൽതു അലല്ലാഹ്. ഏത് വലിയ പ്രതിസന്ധി ഉണ്ടായാൽ പിടിച്ചു നിൽക്കാനുള്ള ഒരു മനസ്സുണ്ടല്ലോ, ഒരു മനധൈര്യമുണ്ടല്ലോ, അത് അല്ലാഹു നിനക്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എത്ര വലിയ പ്രയാസമുണ്ടായാലും, ക്യാൻസർ രോഗം വരുമ്പോ എത്രയോ പേര് പടച്ചവനെ, ഞാൻ ഈ അടുത്തൊരാളെ കണ്ട് ക്യാൻസർ രോഗമാണ് ഉസ്താദേ, അൽഹംദുലില്ലാ അല്ലാഹു തന്നതല്ലേ, സ്വീകരിക്കല്ലേ വേണ്ടത്. ക്യാൻസർ രോഗം പിടിച്ചാലും എത്ര വലിയ പ്രയാസം വന്നാലും അല്ലാഹു നമുക്ക് ധൈര്യം തരും, നമ്മുടെ ഹൃദയത്തിന് അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അടുത്ത് ഞാൻ കണ്ടപ്പോ ഒരാള് പറഞ്ഞു, ഉസ്താദേ, കയ്യും കാലും കെട്ടിയിടാൻ ഭാര്യയോട് പറയും, അടുത്ത് ടാബ്ലറ്റുകളൊന്നും കൊണ്ടുവെക്കരുതെന്ന് പറയും. കാരണം വേദന സഹിക്കാൻ കഴിയാതെ എപ്പോഴാ ചിലപ്പോൾ തോന്നിയൊക്കെ ഈ ജീവിതം അങ്ങ് അവസാനിപ്പിക്കാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തവക്കൽതു അലല്ലാഹ് എന്ന് പറ. അതുകൊണ്ടാ പണ്ടുള്ളവരൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസം വരുമ്പോ പള്ളിക്കകത്ത് വന്നിരിക്കും. നമ്മളോ പണ്ട് കച്ചവടം ഒന്ന് തകരുമ്പോ, എന്തെങ്കിലും പ്രയാസം വരുന്ന സമയത്ത് പള്ളിക്കകത്ത് പോയിരിക്കും, അള്ളാനോട് പറയാൻ പോയിരുന്ന് നിസ്കരിച്ച് ദുആ ചെയ്യും, അതിന് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടായിരുന്നു. നമ്മൾ കള്ളിശാപ്പി പോകും, അല്ലെങ്കിൽ വേറെ എവിടെങ്കിലും പോകും സമാധാനം കിട്ടാൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകും, അള്ളാന്റെ തീരുമാനങ്ങളല്ലേ. നമ്മളെപ്പോഴും സന്തോഷം മാത്രമല്ലല്ലോ. ചിലരൊക്കെ ചോദിക്കാറുണ്ട്, എന്തിനാ ഉസ്താദ് അല്ല എന്നെ ഇങ്ങനെ പരീക്ഷിക്കണേ, എന്തേ അല്ല എന്നെ രക്ഷപ്പെടുത്താത്തത് എന്താ, എനിക്ക് മക്കളെ തരാത്ത എന്താ, എനിക്ക് വീട് തരാത്ത എന്താ, എന്തിനാ അല്ല ഇങ്ങനെ എന്നെ പരീക്ഷിക്കണേ? പലരും ചോദിക്കാറുണ്ട്. ചിലര് പറയും, ഉസ്താദ് എനിക്ക് അല്ലാഹ്ക്ക് എന്തോ എന്നോട് വല്ലാത്ത വൈരാഗ്യം ഉള്ളതുപോലെ. അങ്ങനൊന്നുമല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിന് ഒരു മനുഷ്യനോട് സ്നേഹം കൂടിക്കഴിഞ്ഞാൽ അള്ളാഹ് എന്ത് ചെയ്യും? അള്ളാഹുവിന് ഒരാളോട് സ്നേഹം കൂടിക്കഴിഞ്ഞാൽ നമ്മളെ പോലല്ല. നമുക്ക് സ്നേഹം കൂടിയ നമ്മൾ വേറെ കെട്ടിപ്പിടിക്കാറാ. പക്ഷെ അള്ളാഹുവിന് ഒരു അടിമയോട് സ്നേഹം കൂടിക്കഴിഞ്ഞാൽ അള്ളാഹ് അവനെ പരീക്ഷിക്കും. ഇന്ന അശദ്ദന്നാസി ബലാഗ അൽ അംബിയാ. ലോകത്ത് അള്ളാഹു ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് പ്രവാചകന്മാർക്കായിരുന്നു. ലോകത്ത് അല്ലാഹു ഏറ്റവും കൂടുതൽ അല്ലാഹു പരീക്ഷിച്ചത് പ്രവാചകന്മാരെയാണ്. ആ പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ കണ്ണുനീര് കുടിച്ചത് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ലോകത്ത് ഏറ്റവും കൂടുതൽ അല്ലാഹു വേദനിപ്പിച്ചത് കള്ളുകുടിയനെയും അബൂജഹലിനെയും ഫിർഔനിനെയും കാറൂനെയും ആയിരുന്നില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയായിരുന്നു. എന്തുകൊണ്ട്? സ്നേഹം കൂടിയതുകൊണ്ട്. എടാ, അള്ളാഹു എന്തിനാണ് ഒരു മനുഷ്യനെ പരീക്ഷിക്കുന്നതെന്നറിയോ? ഇവന്റെ ഈമാൻ ഉറച്ചിട്ടുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാ. ഇവന്റെ ഈമാൻ പറയുമല്ലോ, അല്ലാ നീയാണ് ഏറ്റവും വലിയവൻ, സർവ്വതിനെക്കാളും വലുത് നീയാ അല്ലാന്ന് നമ്മൾ പറയണില്ലേ? അല്ല നമ്മളെ അളക്കുന്നതാ മനുഷ്യ. അള്ളാഹു നിന്നെ അളക്കുന്നതാ. നീ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? എന്ത് തന്നാലും അത് മാറ്റാൻ അള്ളാഹ്ക്ക് കഴിവുണ്ടെന്ന് എന്താ മനസ്സിലാക്കാത്ത? കടം തന്ന, പണ്ട് നിന്റെ വാപ്പയ്ക്ക് എത്ര ലക്ഷം രൂപ കടം ഉണ്ടായിരുന്നു, ആര് ആത്മഹത്യ ചെയ്തേ? ഇവിടെ പള്ളിയിൽ പോയിരുന്ന് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അള്ളാഹിനോട് പറയുമ്പോൾ അതിനൊരു വഴി അള്ളാഹ് കാണിച്ചു കൊടുക്കുമായിരുന്നു. നമുക്ക് ആ വിശ്വാസമുണ്ടോ? നമുക്ക് ആ വിശ്വാസമില്ല. പണ്ടുള്ളവരുടെ ജീവിതത്തിൽ പ്രയാസം വരുമ്പോ പള്ളിയിൽ പോയി നിസ്കരിച്ചു ദുആ ചെയ്യിപ്പിക്കുമായിരുന്നു. ഉസ്താദന്മാരെയും സയ്യിദന്മാരെയും പണ്ഡിതന്മാരെയും മക്കാമുകളിൽ പോയി ദുആ ചെയ്യുമായിരുന്നു. ഇതൊന്നുമില്ല.
എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമ്മളെ പരീക്ഷിക്കും, അള്ളാഹു നമ്മളെ വേദനിപ്പിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ വാപ്പ മരിച്ചു, കണ്ടു കൊതിയിരുന്നതിന് മുമ്പ് ഉമ്മ മരിച്ചു, തന്റെ താങ്ങും തണലുമായിരുന്ന എത്രയോ പേര് മരിച്ചുപോയി. ലോകത്ത് ഏറ്റവും കൂടുതൽ പട്ടിണി കിടന്നത് മുത്തുനബിയ. തന്റെ എത്ര മക്കളാണ് അള്ളാന്റെ റസൂൽ തങ്ങൾ ഖബറടക്കിയത്. എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അള്ളാഹു വേദനിപ്പിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയായിരുന്നു. അപ്പൊ നാം മനസ്സിലാക്കേണ്ടത്, സ്നേഹം കൂടിയ അള്ളാഹു പരീക്ഷണം തരും. ഉസ്താദേ, 5 നേരം ഞാൻ നിസ്കരിക്കും, ഞാൻ ഈ ഹിഫ്ദ് കോളേജിൽ ഭക്ഷണം കൊടുത്തിട്ടുണ്ട്, കുട്ടികളെ ഏറ്റെടുത്തിട്ടുണ്ട്, അള്ളാഹു എനിക്ക് ക്യാൻസർ തന്നില്ലേ? പാപ്പ സ്നേഹം കൂടിയത് കൊണ്ടാ. സ്വർഗത്തിൽ വെറുതെ പോകാൻ പറ്റുമോ? ഇല്ല. സ്വർഗത്തിൽ പോകാൻ നിനക്ക് പറ്റുമോ? അള്ളാഹു ചില പരീക്ഷണങ്ങൾ തന്ന് നിന്നെ വേദനിപ്പിക്കും, എന്നിട്ട് നിനക്ക് അതിന് പകരം സ്വർഗം തരും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്നത് ഒരു വലിയ മന്ത്രമൊഴിയായി നമ്മൾ കൊണ്ടു നടക്കണം. അള്ളാഹു തരുന്ന 4ാമത്തെ പ്രതിഫലം നിന്റെ മനസ്സ് അള്ളാഹു ഉറപ്പിച്ചു തരും. ഏത് ശക്തിയുടെ മുന്നിലും പേടിക്കാതെ നിനക്ക് നിൽക്കാൻ കഴിയും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 4 അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു. 5ാമത്തെ പ്രതിഫലം അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവിടെ നിന്ന് പറയുകയാ. അൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൗ അന്നകും കുൻതും തതവക്കലൂന അലല്ലാഹ് ഹഖ തവക്കുലി ലറുസിഖതും കമാ തുർസഖു തയ്ർ. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിന്റെ ഉപജീവനത്തിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. 4ാമത്തെ പ്രതിഫലം, 5ാമത്തെ പ്രതിഫലം എന്താ? തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന 5ാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അള്ളാഹു നിന്റെ കച്ചവടത്തിൽ അഭിവൃദ്ധി നൽകുകയാണ്, നിന്റെ സമ്പത്തിൽ അള്ളാഹു അഭിവൃദ്ധി നൽകുകയാണ്, പടച്ചവൻ നിന്റെ റിസ്കിൽ വിശാലത നൽകുകയാണ്. നീ ഉദ്ദേശിക്കാത്ത രീതിയിലൂടെ അള്ളാഹു നിനക്ക് റിസ്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുകയാ. പഠിക്കണം പെങ്ങള്, അള്ളാഹുവിന്റെ റസൂലാണ് പറയുന്നത്. അള്ളാഹു നിന്റെ ഉപജീവനത്തിൽ ബർക്കത്ത് നൽകുകയാ. നിനക്ക് പേടിയാ ഉസ്താദേ, പെൺകുട്ടി വളർന്നു വരികയാണ്, എങ്ങനെയാണ് ഇതിനെ കെട്ടിക്കുന്നത്? എന്റെ പൊന്നുമോള് വളർന്നു വരുമല്ലോ, എന്റെ മക്കളെ എങ്ങനെയാ പഠിപ്പിക്കുന്നത്? അതിനു വേണ്ടിയല്ലേ നീ ഹറാമായ വഴി എവിടെ നിന്ന് തേടുന്നത്? പലിശ കച്ചവടം നടത്തുന്നവരുണ്ടല്ലോ, പലിശയ്ക്ക് വാങ്ങുന്നവരും കൊടുക്കുന്നവരുമുണ്ടല്ലോ, ലോട്ടറി എടുക്കുന്നവരുണ്ടല്ലോ. എന്തിനാ മനുഷ്യ ടെൻഷൻ അടിക്കുന്നത്? വാർഹീറിയ റബ്ബിനറിയാ നിനക്ക് തരാനുള്ള ഭക്ഷണം തരാൻ അല്ലാഹുവിനറിയുമല്ലോ. എടാ, ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുന്ന സമയത്ത് തന്നെ അള്ളാഹു നിന്റെ റിസ്ക് എഴുതിയിരിക്കുകയാ. നീ കഴിക്കേണ്ട ഭക്ഷണത്തിന്റെ മുകളിൽ അള്ളാഹു നിന്റെ പേരെഴുതി വെച്ചിട്ടുണ്ട്. നിനക്ക് കിട്ടേണ്ട സമ്പാദ്യം നിനക്ക് തന്നെ കിട്ടുമല്ലോ. എന്തിനാ നീ കിടന്ന് പേടിക്കുന്നത്? എന്തിനാ നീ വിഷമിക്കുന്നത്? തവക്കൽതു അലല്ലാഹ്. രാവിലെ കൂടിനകത്ത് നിന്ന് പറവകൾ ഇങ്ങനെ പറന്നു പോകുകയാണ്, ഒട്ടിയ വയറുമായിട്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു കാക്കയും ജോലിക്ക് പോകാറില്ല, ഒരു പറവയും ജോലിക്ക് പോകാറില്ല. ഇന്ന സ്ഥലത്ത് പോയാണ് തിന്നേണ്ടതെന്ന് ഉറപ്പിച്ചിട്ടല്ല അവര് പോകുന്നത്. മരത്തിന്റെ മുകളിൽ തന്റെ ചെറിയ കൂടുണ്ടല്ലോ, ആ കൂടിനകത്തിരുന്നിട്ട് മക്കളോട് പറയുകയാ, നിങ്ങൾക്ക് ഭക്ഷണവുമായിട്ട് വരാ. തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ആ പറവകൾ ഇങ്ങനെ ആകാശത്തിലൂടെ പറന്നു നടക്കുകയാ. എന്നിട്ട് വൈകുന്നേരമാകുമ്പോ ഒട്ടിയ വയറുമായിട്ട് പോകുന്ന പറവകളുണ്ടല്ലോ, വയറ് നിറച്ച് ഭക്ഷണം കടിച്ച് ബാക്കിയുള്ള ഭക്ഷണം തന്റെ മക്കൾക്ക് കൊണ്ടുവരികയാ. അതിന് ഭക്ഷണം കൊടുക്കുന്നതല്ലയല്ലേ, അതിന് ഭക്ഷണം കൊടുക്കുന്നതല്ലയല്ലേ. എന്തുകൊണ്ട് നീ കാണുന്നില്ലടാ? കൈയില്ലാത്തവനും കാലില്ലാത്തവനും അല്ലാഹു ഭക്ഷണം കൊടുക്കുന്നില്ലേ? പലപ്പോഴും നീ ഉദ്ദേശിക്കാത്ത രീതിയിൽ, നീ പോലും അത്ഭുതപ്പെട്ടു പോകുന്ന രീതിയിൽ പലപ്പോഴും അല്ലാഹു നിനക്ക് ഭക്ഷണം തന്നില്ലേ? തന്നവൻ ആരാണെന്ന് നിനക്കറിയാത്ത രീതിയിൽ പലപ്പോഴും പടച്ചവൻ നിനക്ക് നിഅമത്തുകൾ കാണിച്ചു തന്നില്ലേ? അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരാ, അല്ലാഹുവിൽ പരമേൽപ്പിച്ചോ. അത് വീടിന്റെ പണിയാണെങ്കിലും, കടയുടെ കച്ചവടമാണെങ്കിലും, ജോലിക്ക് പോകുമ്പോഴാണെങ്കിലും, ഭാര്യയുടെ കാര്യമാണെങ്കിലും, മക്കളുടെ കാര്യമാണെങ്കിലും, തവക്കൽതു അലല്ലാഹ്, തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ മുന്നേറ്റിറങ്ങിക്കഴിഞ്ഞാൽ, എന്തിനാണ് ഈ കാണുന്ന സ്ഥാപനമുണ്ടല്ലോ, അതിന്റെ തുടക്ക സമയം
സമയത്ത് പടച്ചവര് ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, ഇതെങ്ങനെ നടക്കുമെന്ന് അവര് പേടിച്ചിരുന്നല്ലോ. പിന്നെ അവസാനം പറഞ്ഞ് തവക്കൽതു അലല്ലാഹ്, അല്ലാഹ് ഉണ്ടല്ലോ ഉസ്താദ്, 6 കൊല്ലമായിട്ടും ഇന്നിവിടെ ഇത് നിലനിൽക്കുന്നുണ്ടല്ലോ.